വഹാബികൾ അങ്ങനെ വെറുതെ പറയില്ല, അവരങ്ങനെ വെറുതെ പറയില്ല, അവർക്ക് കാര്യം മനസ്സിലായി. ഇനി അതിൽ തന്നെ കൊണ്ടുവന്ന ആളാണ് ഈ നൗഷാദ് ഹസനി. ഇന്നിപ്പോൾ നൗഷാദ് ഹസനി ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് മുജാഹിദീങ്ങൾക്കെതിരല്ല, പേരോടിനെതിരെ, പേരോടിന് വളരെ മോശമായി സംസാരിക്കുന്ന, അതുപോലെ തന്നെ ഇപ്പോൾ APAക്കെതിരെ, അതായത് കാന്തപുരത്തിനെതിരെ തന്നെയും സംസാരിക്കുന്നൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത് പറയുമ്പോൾ അതിനെ നിങ്ങൾ കുറ്റം പറയാ, തെറി പറയാ, എന്തോ പേരിട്ടോളൂ, ജനങ്ങൾക്ക് കാര്യം മനസ്സിലാകും. അതാ ഞങ്ങൾ പറഞ്ഞു, പാണക്കാട് തങ്ങന്മാരൊന്നും നന്നാക്കാനും അല്ലെങ്കിൽ അവരോട് ഊർതി പറയാനും നിങ്ങളായിട്ടില്ല. പാണക്കാട് തങ്ങന്മാരെ വിവരം പഠിപ്പിക്കാനും അവരെ സ്വഭാവം പഠിപ്പിക്കാനും ഒന്നും ആരും മെനക്കലണ്ട, അത് അപകടത്തിലാവും. ഈ ജാതി സാധനങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ട് സമൂഹത്തെ പറയിപ്പിക്കാൻ ഇത് പറയാ, ഞങ്ങള് മറ്റു വിഷയങ്ങളിൽ ഒന്നാണെങ്കിൽ പലതാണെങ്കിൽ ഇതിലൊന്നാണ് പറയുന്ന ആളോ നേരത്തെ വഹാബി, നേരത്തെ മനസ്സിൽ വഹാബിയാ, തൊപ്പിട്ടൂന്നേ ഉള്ളൂ. എന്നിട്ട് അതിന് വലിയ വലിയ തങ്ങന്മാരാന്ന് പറയുന്നവരൊക്കെ സപ്പോർട്ട്. മുഴുവൻ ആളുകളും കൈകട്ടി മറുപടി പറയേണ്ടി വരും റബ്ബിന്റെ മുന്നിൽ. ദീൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കളിക്കാനുള്ളതാണോ? പാണക്കാട് തങ്ങന്മാരെ വിവരം പഠിപ്പിക്കാനും അവരെ സ്വഭാവം പഠിപ്പിക്കാനും ഒന്നും ആരും മെനക്കലണ്ട, അത് അപകടത്തിലാവും. പ്രസംഗിക്കുന്നുണ്ട് എന്തെന്നറിയോ, ഭാഷ പോലും വഹാബിയുടെ ഭാഷയിലേക്ക് കടന്നുപോയി. ഞങ്ങൾ പറഞ്ഞു അത് തെറ്റാണ്, അത് വഹാബി ശൈലിയിലേക്ക് പോയിട്ടുണ്ട്. ഇത് പറയണ്ടേ? ആർക്കാ അത് അറിയാത്തത്? എവിടെ എത്തി കാര്യം? ഞാൻ വെറുതെ പറയാണോ? അത് ഒരുപക്ഷെ ഭീഷണിപ്പെടുത്തി പറയിപ്പിക്കുന്നതാകാം, അല്ല നിങ്ങൾ പറയണില്ല. മൂപ്പരെ മനസ്സുകൊണ്ട് ചെയ്യുന്നു, നമുക്ക് വാദല്ല, പക്ഷെ മൂപ്പരെ കൊണ്ടത് പറയിപ്പിക്കുകയാണ്. ഇതാണ് ഞങ്ങൾ ഇവിടെ പറഞ്ഞു, സുന്നത്ത് ജമാഅത്തിന്റെ അടിത്തറയിൽ നിന്ന് തെറ്റിയാൽ അപ്പുറത്ത് ആരാന്ന് നോക്കാൻ പറ്റൂല. സിമ്പിളാണ് വിഷയം. ഒന്ന് കേൾപ്പിച്ചു കൊടുക്കൂ നിങ്ങൾ. വേറെ സന്തോഷമുണ്ട്. ആ രീതിയിലൂടെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. ഇവിടെ ഈ സംഗമവും അങ്ങനെ തന്നെയാണ്. KNMന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ സംഗമത്തിലും എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് എല്ലാവരും പങ്കെടുത്തുകൊണ്ടുള്ള ഒരു നല്ല വേദിയായി ഇത് മാറിയിരിക്കുകയാണ്. ഈ സൗഹൃദം എന്നും പൂത്തുനിന്ന് നിലനിൽക്കാൻ സർവശക്തൻ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ സംഗ്രഹിക്കുന്നു. ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം സർവശക്തന്റെ തിരുനാമത്തിൽ നിർവഹിച്ചായിരിക്കുന്നു. അസ്സലാമു അലൈക്കും. നമ്മൾ പറഞ്ഞു ഇത് വഹാബിയുടെ വാദമാണ്, ഇത് വഹാബിയുടെ വെല്ലുവിളിയാണ്, സുന്നി എന്ന് പറയാൻ പറ്റില്ല. എത്ര കൃത്യമാണിത്! സുന്നി വിട്ട് വഹാബിസത്തിലേക്ക് കഴിഞ്ഞില്ല. അതാ ഞങ്ങൾ പറഞ്ഞു, പാണക്കാട് തങ്ങന്മാരൊന്നും നന്നാക്കാനും അല്ലെങ്കിൽ അവരോട് ഊർതി പറയാനും നിങ്ങളായിട്ടില്ല. DP തന്നെ നേരിട്ട് ക്ഷണിക്കുന്ന രംഗം കണ്ടോളൂ. ഇതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ. കാരണം തങ്ങൾ കുടുംബത്തിൽപ്പെട്ട ഒരാളെ വിളിച്ച് ക്ഷണിച്ചില്ലായിരുന്നുവെങ്കിൽ നിങ്ങളുടെ സംസ്ഥാന സമ്മേളനം വെള്ളത്തിലാകുമെന്ന് നിങ്ങൾക്ക് പറയാം. ഇനി കേൾക്കണോ നിങ്ങൾക്ക്? അത് രസകരമായ വേറൊരു കാര്യം, ആ സയ്യിദ് അവറുകൾ അവിടെ വന്നു. എല്ലാ അദബും കൊടുത്ത് ഞാൻ പറയട്ടെ, ആ സയ്യിദ് അവറുകൾ ഉദ്ഘാടനം ചെയ്യുകയാണ്. പള്ളി മഹല്ല് സമ്മേളനം വഹാബിക്കുണ്ടോ? പള്ളി മഹല്ല് ആ സാധനം തന്നെ ഇല്ല. അവരാ പള്ളി മഹല്ല് സമ്മേളനം നടത്തുന്നത്. ആ സമ്മേളനത്തിൽ തങ്ങളുപ്പാപ്പയുടെ പ്രസംഗത്തിന് അടുത്ത സെഷനിൽ തീർത്ത് മറുപടി മുജാഹിദ് പറഞ്ഞു കേട്ടോ. പോയ തങ്ങളെയും വഷളാക്കി കേട്ടോ. മുജാഹിദ് സ്വഭാവം കാണിച്ചിട്ടുണ്ട്. 2 പ്രസംഗവും ഞാൻ കേൾപ്പിക്കുന്നു. ഈമാനുള്ളവരെ, ഒരുപാട് മുഅ്മിനീങ്ങൾ നമ്മളെ വിളിച്ചു പറഞ്ഞു, ഉസ്താദേ സത്യത്തിൽ ഞങ്ങൾ ഒറ്റക്കിരുന്ന് കരഞ്ഞിട്ടുണ്ട്. ആരായിരുന്നു? മഹാനരായ PMSA പൂക്കോയ തങ്ങൾ, വലിയ വിലായത്തിന്റെ ഉടമസ്ഥരായ വലിയ മഹാൻ, മരിച്ചവരെ ജീവിപ്പിച്ച സംഭവം വരെ അവരുടെ കറാമത്തായി ഉണ്ട്. അവരെ പേരക്കുട്ടികൾ ഒരു മുജാഹിദിന്റെ സമ്മേളനത്തിൽ പങ്കെടുത്തു എന്ന് മാത്രമല്ല, മുജാഹിദ് പ്രസ്ഥാനവും അതേ സമസ്തയും ഒന്നിച്ചു നിന്ന് പ്രവർത്തിച്ചത് കൊണ്ടാണ് ഇവിടെ നവോത്ഥാനമുണ്ടായതെന്ന് മഹാനരായ സയ്യിദ് അവറുകളെ
നിങ്ങൾ പറഞ്ഞത് ഏറ്റവും വലിയ അബദ്ധമാണ്. പാണക്കാട് തങ്ങന്മാരെ വിവരം പഠിപ്പിക്കാനും അവരെ സ്വഭാവം പഠിപ്പിക്കാനും ഒന്നും ആരും മെനക്കലണ്ട, അത് അപകടത്തിലാവും. പാമ്പും കീരിയും ഒന്നിച്ചിരുന്നാലും സമസ്തയും KNM-ഉം ഒന്നിച്ചിരിക്കാൻ പറ്റില്ല. കാരണം KNM എന്ന് പറഞ്ഞ സാധനം കേരള നദുവത്തുൽ മുജാഹിദീൻ, അത് വന്നപ്പോ അതിനെ പ്രതിരോധിക്കാനാണ് സമസ്തയുണ്ടാക്കിയത് കേട്ടോ. ആ പ്രതിരോധിക്കാനുണ്ടാക്കിയ സമസ്തയും മുജാഹിദും ഒന്നിച്ചു നിന്നത് കൊണ്ടാണ് ഇവിടെ പുരോഗമനമുണ്ടായതെന്ന് മുജാഹിദ് സമ്മേളനത്തിൽ പോയി പ്രസംഗിച്ച എന്റെ മഹാനരായ സയ്യിദവറുകളെ, നിങ്ങൾ ആരാണിത് പറഞ്ഞു പറ്റിച്ചത്? പാണക്കാട് തങ്ങന്മാരെ വിവരം പഠിപ്പിക്കാനും അവരെ സ്വഭാവം പഠിപ്പിക്കാനും ഒന്നും ആരും മെനക്കലണ്ട, അത് അപകടത്തിലാവും. ഏത് രാഷ്ട്രീയക്കാരാ പറഞ്ഞു പറ്റിച്ചത്? അതാ ഞങ്ങൾ പറഞ്ഞു, പാണക്കാട് തങ്ങന്മാരൊന്നും നന്നാക്കാനും അല്ലെങ്കിൽ അവരോട് ഊർതി പറയാനൊന്നും നിങ്ങളായിട്ടില്ല. നിങ്ങൾ പോയതിന്റെ ശേഷം നിങ്ങൾക്ക് കണക്കിനവര് തന്നിട്ടുണ്ട്, അത് നിങ്ങൾ അറിഞ്ഞില്ലല്ലോ തങ്ങളെ. ഞങ്ങൾക്ക് വലിയ സങ്കടമുണ്ട്. നിങ്ങൾ പോയത് നിങ്ങൾ ഒന്നാന്തരം ശത്രുവിന്റെ നടുവിലേക്കായി പോയി. എന്നിട്ട് അവിടെ പോയി പറഞ്ഞതോ ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പൊട്ടത്തരമായി പോയി. പാണക്കാട് തങ്ങന്മാരെ വിവരം പഠിപ്പിക്കാനും അവരെ സ്വഭാവം പഠിപ്പിക്കാനും ഒന്നും ആരും മെനക്കലണ്ട, അത് അപകടത്തിലാവും. ഈ ഉമ്മത്ത് വിഷമിക്കുകയാണ്. ഈ ലോകത്ത് ഭൂകമ്പം ഉണ്ടാവോന്നു ഞങ്ങൾ പേടിക്കുകയാണ്. എന്താണ് ഇവിടെ സംഭവിച്ചത്? KNM വന്നപ്പോ പ്രതിരോധിക്കാനുണ്ടാക്കിയ സമസ്ത, അത് രണ്ടും ഒന്നിച്ചു നീങ്ങിയെന്ന് സയ്യിദവറുകളെ നിങ്ങൾ മാപ്പ് പറഞ്ഞാലല്ലാതെ ഞങ്ങളെ വിഷമം തീരുന്നില്ല. പാണക്കാട് തങ്ങന്മാരെ വിവരം പഠിപ്പിക്കാനും അവരെ സ്വഭാവം പഠിപ്പിക്കാനും ഒന്നും ആരും മെനക്കലണ്ട, അത് അപകടത്തിലാവും. അതാ ഞങ്ങൾ പറഞ്ഞു, പാണക്കാട് തങ്ങന്മാരൊന്നും നന്നാക്കാനും അല്ലെങ്കിൽ അവരോട് ഊർതി പറയാനൊന്നും നിങ്ങളായിട്ടില്ല. കേട്ടോളൂ നിങ്ങൾ പറഞ്ഞ വാക്ക്. അതിനൊക്കെ മഹത്തുക്കളായ ധാരാളം ആളുകളുടെ സംസ്ഥ കേരള ജമിയത്തുൽ ഉലമയുടെ നേതൃത്വവും അതോടൊപ്പം തന്നെ KNM ആളുകളുടെ കൂട്ടായ പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് കേരളത്തിൽ ദീനീ ബോധമുള്ള ഒരു സമൂഹത്തെ നമുക്ക് വാർത്തെടുക്കാൻ സാധ്യമായി. അതൊട്ടും നമുക്ക് മറന്നുകൂടാ. സംസ്കൃത ജനതയും ആളുകളുടെ പ്രവർത്തനം വളരെ ദീനീ ബോധമുള്ള ചിന്തയിലൂടെ പ്രവർത്തന ഫലമായിട്ട് നമുക്ക് സാധ്യമായി. നഊദു ബില്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. KNM-ഉം സമസ്തയും ഒന്നിച്ചു നിന്നപ്പോഴാ പുരോഗമനമുണ്ടായത്. ആ തങ്ങളാ സെഷനിൽ നിന്ന് ഇറങ്ങി കേട്ടോ. അടുത്ത സെഷനിൽ മൗലവി അമ്പുമായി വന്നു. അയാള് പറഞ്ഞു, സമസ്തവിടെ നവോത്ഥാനം ഉണ്ടാക്കിയേ. സമസ്തവിടെ ഉണ്ടാക്കിയത് എന്ത് നവോത്ഥാനമാണ്? തങ്ങൾക്ക് കൊടുക്കുന്ന മറുപടി കേട്ടോ. തങ്ങൾ പാപ്പ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാകൂല, പക്ഷേ ഞങ്ങളത് ശ്രദ്ധിച്ചിരുന്നു. ആ മറുപടി നിങ്ങൾക്ക് കേൾക്കാം. അങ്ങാടിയിൽ കടന്നു വന്നുകൊണ്ട് അവകാശവാദം ഉന്നയിക്കുന്ന, നവോത്ഥാനത്തിന്റെ പാരമ്പര്യം അവകാശപ്പെടുന്ന ഞങ്ങളാണ്, ഞങ്ങളുടെ പൂർവികരാണ് കേരളത്തിലെ മുസ്ലിം സമുദായത്തിന് നവോത്ഥാനം ഉണ്ടാക്കിയത് എന്ന് അവകാശപ്പെടുന്ന സമസ്തയുടെ അടുക്കളക്കകത്താണ് മാസങ്ങൾ ദൈർഘ്യമുള്ള വിധം ഒരു മനുഷ്യൻ മരണപ്പെട്ടിട്ട് കിടന്നത്. അവിടെ പുഴുവലിച്ചപ്പോ സ്വന്തം ജീവൻ നഷ്ടപ്പെട്ടിട്ട് മക്കളുടെയും ഭാര്യയുടെയും മുമ്പിൽ അനേക ദിവസം ഒരു മൃതശരീരം കിടന്നപ്പോ അതിനവസരങ്ങൾ ഒരുക്കിക്കൊടുത്ത അന്ധവിശ്വാസങ്ങളെ പാലൂട്ടിയ ഒരു പ്രസ്ഥാനമാണ് ഇന്ന് നവോത്ഥാനത്തിന്റെ വക്താക്കളായി നമ്മുടെ രാജ്യത്ത് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ കണ്ടങ്ങള് ഏതോ ആൾക്കാർക്ക് പറ്റിയ അബദ്ധം ഇവിടെ എല്ലാവർക്കും അബദ്ധം പറ്റുകയില്ലേ? ഏതോ ഒരാള് ആരോ പറഞ്ഞതിന് വേണ്ടി മറവ് ചെയ്യാതെ വെച്ച മയ്യത്തിന്റെ കഥ പറഞ്ഞ് ഇവരാണോ ഇവിടെ അങ്ങാടിയിൽ നിന്ന് കടന്നു വന്ന് നവോത്ഥാനം പറയുന്നത്? അത് ഞങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണെന്ന് ഇതിന്റെ അടുത്ത സെഷനിൽ ഷരീഫ് മൗലവിയ പറയുന്നത്. കൂട്ടുകാരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മൾ ദുആ ചെയ്യണം, നമുക്കതേ ചെയ്യാൻ കഴിയൂ. ഇവിടെ ഞാൻ പറയുന്നത്, ഈ വിഷയം വന്നപ്പോ ശരിക്ക് ശ്രദ്ധിക്കണേ, നിഷ്പക്ഷമായി വിലയിരുത്തണേ. ഈ വിഷയം വന്നപ്പോ ഈ തങ്ങന്മാര് മുജാഹിദ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു എന്ന വാർത്ത കേട്ടപ്പോ അതാ നമ്മളൊക്കെ വിഷമിച്ചു. പക്ഷേ ഉടനെ അതാ ഒരു പ്രസ്താവന വരുന്നു.
നമ്മൾ സന്തോഷിച്ചു പോയി. ഞാൻ ആ പ്രസ്താവന ഒന്ന് വായിക്കാം. നവീനവാദികളുമായുള്ള ബന്ധം സമസ്ത നിലപാടിൽ മാറ്റമില്ല. നമ്മളെ വളരെയേറെ സന്തോഷിപ്പിച്ചു. ഉത്തരവാദിത്വം നിറവേറ്റി മഹാനരായ ജിഫിരി മുത്തുക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ ആണത്തമുള്ള പ്രസ്താവന വന്നു. ഞാൻ വായിക്കാം. അത് ചേളാരി മുജാഹിദ് ജമാഅത്ത് തുടങ്ങിയ മതനവീകരണവാദികളുടെ പരിപാടികളിൽ പങ്കെടുക്കുകയോ സഹകരിക്കുകയോ ചെയ്യരുതെന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ പ്രഖ്യാപിത നിലപാടിൽ യാതൊരു മാറ്റവുമില്ലെന്ന് പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫിരി മുത്തുക്കോയ തങ്ങൾ, ജനറൽ സെക്രട്ടറി പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ, ട്രഷറർ CKM സ്വാദിഖ് മുസ്ലിയാർ, സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് ജനറൽ സെക്രട്ടറി MT അബ്ദുള്ള മുസ്ലിയാർ എന്നിവർ പ്രസ്താവനയിൽ പറഞ്ഞു. കേട്ടോളൂ ബാക്കി. ഭൂരിപക്ഷം വരുന്ന സുന്നികൾ ബഹുദൈവ വിശ്വാസികളാണെന്ന് പ്രചരിപ്പിക്കുകയും സച്ചരിതരായ സ്വഹാബത്തിനെയും മുൻഗാമികളെയും മദ്ഹബിന്റെ ഇമാമുകളെയും തള്ളിപ്പറയുകയും മുസ്ലിം സമുദായത്തിൽ അനൈക്യവും ഛിദ്രതയും ഉണ്ടാക്കുകയും മഹത്തുക്കളെയും സാദാത്തുക്കളെയും അവമതിക്കുകയും ചെയ്യുന്ന മുജാഹിദ് വിഭാഗത്തിന്റെ പരിപാടികളിൽ സംബന്ധിക്കാൻ സമസ്തയുമായി ബന്ധപ്പെട്ടവർക്ക് കഴിയില്ല. നിലവിലുള്ള സാഹചര്യത്തിൽ സലഫി പ്രസ്ഥാനത്തെ വെള്ളപൂശാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ചില സുന്നികളെ സമ്മേളനത്തിൽ സംബന്ധിക്കാനുള്ള മുജാഹിദുകളുടെ ശ്രമത്തിൽ പ്രവർത്തകർ വഞ്ചിതരാവരുതെന്ന് നേതാക്കൾ അഭ്യർത്ഥിച്ചു. ഏറ്റവും നല്ല സമയത്ത് ഏറ്റവും നല്ല ഇടപെടൽ അതവിടെ നടത്തേണ്ടതാണ്. മഹാനരായ ജിഫിരി മുത്തുക്കോയ തങ്ങൾ സയ്യിദ് തറവാട്ടിലെ കാരണവരന്മാരാണ്. ഈ സയ്യിദന്മാർക്കൊക്കെയും അവരെ മുകളിൽ ഇൽമും തഖ്വയും വറയുമുള്ള വലിയ മഹാൻ അവരെ നേതൃത്വത്തിലാണ്. പോകരുതെന്നും പോയാലത് സമസ്തയോട് യോജിപ്പിക്കുന്ന രംഗം വരുമെന്നും അത് വളരെ മോശമാണെന്നും ഉത്തരവാദിത്തപ്പെട്ട ഉലമാ പ്രസ്താവന ഇറക്കി. തങ്ങൾ കുടുംബത്തിൽപ്പെട്ട ഒരാള് മുജാഹിദ് സമ്മേളനത്തിൽ വരുന്നു എന്നറിഞ്ഞപ്പോ ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിച്ചു. പക്ഷേ ഞങ്ങളിങ്ങനെ നോക്കി നിന്നു. അത് എവിടെ എത്തുമെന്ന്, ഇടപെടലുകൾ വരുന്നുണ്ടോ എന്ന്. ഈമാനുള്ള മുഅ്മിനീങ്ങളെ, കഥ എവിടെ എത്തിയെന്നറിയോ? അതാ പിന്നെ നമ്മൾ കാണുന്നു അടുത്ത വാർത്ത. എന്താണ് വാർത്ത? 5 അംഗ സമിതിയെ തീരുമാനിച്ചു ഇത് സംബന്ധമായി തീരുമാനമെടുക്കാൻ. അതാരായിരുന്നു? മഹാനരായ ഹൈദരലി തങ്ങളടക്കം 5 ആളുകളെ തീരുമാനിക്കുകയാണ്. ഞങ്ങൾ വീണ്ടും കാത്തിരുന്നു. എല്ലാ മുഅ്മിനീങ്ങളും, ഇതിന് സംഘടനയൊന്നുമില്ല, ഈമാനുള്ള മുഅ്മിനീങ്ങളൊക്കെയും ഇതിലൊറ്റക്കെട്ടാണ്. ഇതിലെല്ലാവർക്കും പ്രതിഷേധമുണ്ട്. ഇന്നലെ വാർത്ത വരുന്നു. എന്താ വാർത്ത? തങ്ങന്മാര് ഖേദം പ്രകടിപ്പിച്ചതായി വാർത്ത വരുന്നു. അതുകൊണ്ട് തന്നെ ആ വിഷയം ഒതുക്കി അത് പറഞ്ഞു തീർന്നിട്ടുണ്ട്. അടുത്ത് നമ്മൾ കേൾക്കുന്ന വാർത്ത അതാണ്. സുഹൃത്തുക്കളെ, ചിന്തിക്കണം, അവിടെയും ഇടപെടലുകൾ വരുന്നുണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കേണ്ടി വന്നു. കാരണം ദീന് പറയുന്ന ആലിമീങ്ങൾ ഉണ്ടാക്കിയ സമിതിയിൽ പിന്നീട് കാണുന്നത് രാഷ്ട്രീയക്കാരെയാണ്. അവരിടപെടുന്നു. പിന്നെ നമ്മൾ കാണുന്നു നിങ്ങൾ തമ്മിലൊരു വൈകാരിക ബന്ധമുണ്ട് എന്നാണ് നിങ്ങളുടെ സംസാരം കേൾക്കുമ്പോൾ തോന്നുന്നത്. നിങ്ങൾ നൗഷാദ് ഹസനിയോട് ചോദിക്കുക. നൗഷാദ് ഹസനി ഇപ്പൊ വേദികളിൽ മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, ഇതാദ്യം പൊന്മളയെ നൗഷാദിനെ പഠിപ്പിച്ചു കൊടുത്തത് ഞങ്ങളാണ് നൗഷാദിനെ പഠിപ്പിച്ചു കൊടുത്തത്. അതാ ഞങ്ങൾ പറഞ്ഞു, പാണക്കാട് തങ്ങന്മാരൊന്നും നന്നാക്കാനും അല്ലെങ്കിൽ അവരോട് ഊർതി പറയാനൊന്നും നിങ്ങളായിട്ടില്ല. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം.